എ വീക്ക് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ ഒരാഴ്ച. ആരും ഒന്നും സംസാരിക്കാത്ത, ആരും ഒന്നും ആശ്വസിപ്പിക്കാത്ത, ഒരു ചോദ്യങ്ങളും ചോദിക്കാത്ത, ഒരു ഉത്തരവും പറയാത്ത, ഏറ്റവും മൂകതയുടെ, നിശബ്ദതയുടെ ഒരാഴ്ച പിന്നിട്ടു. അത്ര തീവ്രമായ വേദനയാണ്, അതികഠിനമാണ് യോബിന്റെ വ്യസനമെന്ന് കണ്ടപ്പോൾ അവർ ആരും ഒരു വാക്ക് മിണ്ടാതെ 7 രാപ്പകൽ അവരോടുകൂടെ നിലത്തിരുന്നു. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ വരവിന്റെ ഉദ്ദേശവും സതുദ്ദേശമായിരുന്നു. ഇവര് നല്ല സ്നേഹിതരായിരുന്നു. ഇവർക്ക് യാത്ര ചെയ്ത് എല്ലാവരും ഏറ്റിട്ട് സ്നേഹിതരുടെ അടുത്തേക്ക് വന്ന് തിരിച്ചു പെട്ടെന്ന് ഓടിപ്പാണ് ദേശത്തിലുമല്ല, എത്ര നേരം സമയം ചെലവഴിക്കാൻ അവര് തയ്യാറായി. എത്രത്തോളം മിണ്ടാതിരിക്കാനും അവര് തയ്യാറായി. ആ നിശബ്ദമായ ഒരാഴ്ച കടന്നുപോയി. അത് അവരുടെ വേദന അവർ ആഴമായി പ്രകടിപ്പിച്ചിട്ട്, അവർ വെല്ലുവായി കരഞ്ഞിട്ട്, അവരെ പുലിവാരിട്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് യോബിന്റെ ദുഃഖത്തോടെ അവരോടൊപ്പം ഒരു പങ്കു ചേർന്നിട്ട് അടുത്തു വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കാൻ പോലും നാവ് പൊങ്ങാത്ത രീതിയിൽ ആശ്വസിപ്പാനും സഹാനുഭൂതി കാണിപ്പാനും അവരോട് സഹതപിപ്പാനും ആ എമ്പതി കാണിപ്പാൻ, സിമ്പതി കാണിപ്പാൻ, കംഫോർട്ട് ചെയ്യാൻ, കൺസോൾ ചെയ്യാനുള്ള വലിയ ആഗ്രഹത്തോടെ വന്ന സ്നേഹിതർക്ക് 7 രാപ്പകൽ നിശബ്ദത പാലിക്കേണ്ട വന്നു, മൗനമായിരിക്കേണ്ട വന്നു. ആരും ഒന്നും ചോദിച്ചില്ല, ആരും ഒന്നും പറഞ്ഞില്ല, ആരും പ്രതികരിച്ചില്ല. അങ്ങനെ ഒരാഴ്ച പിന്നിടുകയാണ്. ഈ ഒരാഴ്ച നമ്മൾ ചിന്തിക്കുമ്പം ഇവിടെ വരെ അവർ കരഞ്ഞതും, അവർ യാത്ര പുറപ്പെട്ടതും, അവരുടെ ആഴമായ നിലവിളിയും, അവരുടെ വരവിന്റെ ഉദ്ദേശവും, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന അവരുടെ ദുഃഖപ്രകടനങ്ങളും, അവർ യോബിനോടൊപ്പം ചിലവഴിച്ച നിശബ്ദതയുടെ 7 രാപ്പകലും എല്ലാം യോബിനും അനുഗ്രഹമായിരുന്നു, ദൈവത്തിനും പ്രസാദവുമായിരുന്നു. അതിനകത്തൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അവരുടെ സാന്നിധ്യം. അപ്പൊ ഇവിടെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദിസ് വീക്ക് ഓഫ് സൈലൻസ് റെപ്രസെന്റ്സ് എ ഡീപ് ആൻഡ് ഏൻഷ്യന്റ് ട്രൂത്ത്. ഈ ഒരു മൗനമായി ഇന്ന ഈ ഒരാഴ്ച അത് ആഴമായ പുരാതനമായ ഒരു സത്യത്തെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നു. എന്തെന്ന് ചോദിച്ചാൽ, sometimes the greatest comfort we can offer is simply to be present, to sit with someone in their sorrow without trying to fix it. ചിലപ്പോൾ വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ദുഃഖത്തെ പരിഹരിക്കുന്നതിനേക്കാൾ അപ്പുറം അത് അത് പരിഹരിച്ച് ആ പ്രശ്ന പരിഹാരത്തെക്കാളും ഏറ്റവും അധികം ചില സമയത്ത് ആവശ്യമായിരിക്കുന്ന അവരുടെ ദുഃഖത്തിൽ അവരോടൊപ്പം ഇരിക്കുന്നതാണ്. അവരുടെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചോദിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നതോ, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടൊരു പരിഹാരം നിർദ്ദേശിക്കുന്നോ, എന്തിനുമുള്ള ഒരു ആശ്വാസ വാക്ക് പുറപ്പെടുന്നതിനേക്കാളും ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. തീവ്രമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരുപക്ഷെ കൊടുക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം എന്നെ ചോദിച്ചാൽ വളരെ സിമ്പിളെന്ന് തോന്നും നമുക്ക്. നമ്മുടെ സാന്നിധ്യം, നമ്മൾ അവരോടൊപ്പം ആയിരുന്ന് വേഗത്തിൽ പ്രശ്നം പരിഹരിച്ച്, കാര്യം കേട്ട് പ്രശ്നം പരിഹരിച്ച് വീട്ടിൽ പോകാനുള്ള തിടുക്കമല്ല അവർക്ക് ആശ്വാസം പകരുന്നേ. പിന്നെയോ ആ ദുഃഖത്തിൽ മൗനമായിരുന്ന് പങ്കുചേരുക എന്നുള്ളത് അത് വലിയൊരു ആശ്വാസമാണ്. അത് നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ 2
ലൈഫ് ലെസൺ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തെ ലൈഫ് ലെസൺ എന്തുവാന്ന് ചോദിച്ചാൽ, ജീവിത പാഠം എന്ന് ചോദിച്ചാൽ, പ്രാക്ടീസ് ദ മിനിസ്ട്രി ഓഫ് പ്രസൻസ് വെൻ പീപ്പിൾ എക്സ്പീരിയൻസ് പെയിൻ. ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ സാന്നിധ്യ ശുശ്രൂഷ പരിശീലിക്കുക. ആളുകൾ തീവ്രമായ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ അടുത്തിരുന്ന് ഇരിക്കാനുള്ള ഒരു ശുശ്രൂഷ, അവരെ അടുത്ത് സമയം ചെലവഴിക്കാൻ, അതെ, അടുത്തിരിപ്പാനുള്ള ആ മനസ്സ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ പരിശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിത പാഠമാണ്. നാം ഒന്നും പറയണമെന്നില്ല, അവരൊന്നും പറയണമെന്നില്ല, നാം ഒന്നും ചോദിക്കണമെന്നില്ല, നാം എല്ലാം തിരക്കി അറിയണമെന്നില്ല. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ചവരിൽ നിന്ന് ഉത്തരം കിട്ടി, അതെ, ഈ പ്രശ്നം പരിഹരിക്കണമെന്നുമില്ല. അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മഹത്തായ പാഠം എന്ന് ചോദിച്ചാൽ, practice the ministry of presence when people experience pain. ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ, അവരുടെ വേദന അതികഠിനമെന്ന് കാണുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല വേണ്ടത്. നമ്മുടെ സാന്നിധ്യം അവർക്ക്, നമ്മുടെ വാക്കുകൾ പുറപ്പെടുവിപ്പാൻ ചിലപ്പോൾ അവിടെ സാഹചര്യമില്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവർക്കൊരാശ്വാസമായി തീരുന്ന ശുശ്രൂഷ നമ്മൾ പരിശീലിക്കും. അത് വളരെയധികം ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. അതിന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഒരിടത്ത് ചെന്ന് നമ്മുടെ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ അവർക്ക് ആശ്വാസമാകത്തുള്ളൂ എന്ന് നിർബന്ധം പിടിക്കേണ്ട. നമ്മൾ ചോദിച്ചതിനൊക്കെ ഒരു ഉത്തരം തന്നെങ്കിലേ അവർക്ക് ആശ്വാസമാകത്തുള്ളൂ. നാം ആ പ്രശ്നത്തെ പരിഹരിച്ച് മടങ്ങി വന്നെങ്കിലേ ആ പോക്ക് സഫലമാകത്തുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ഒരിക്കലും പാടില്ല. മറിച്ച് നമ്മുടെ സാന്നിധ്യം തന്നെ ഒരാശ്വാസമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവേ, ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇരിക്കാൻ, അല്ലെ, ആ പ്രസൻസ്, ആ സാന്നിധ്യം കൊടുക്കുവാൻ, അതെ, അങ്ങനെ ഒരു കൃപ തരണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശീലനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവർ മനസ്സിലാക്കട്ടെ നമ്മൾ അവരോടൊപ്പം ഉണ്ട്. Yes, I'm here for you. I'm with you. അതവരുടെ തോളെ തട്ടി ഒരു വാക്ക് പറഞ്ഞിട്ട് എളുപ്പം ഇറങ്ങിപ്പോന്നതല്ല. മറിച്ച് നമ്മുടെ സാന്നിധ്യം, നമ്മളവിടെ ഉണ്ട്, കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള സാന്നിധ്യ ശുശ്രൂഷ പരിശീലിക്കണം. ഈ ഒരാഴ്ചത്തെ എന്താ പറയട്ടെ, ദിസ് വീക്ക് ഓഫ് സൈലൻസ്, 7 days and 7 nights represents a deep and ancient truth. Sometimes the greatest comfort we can offer is simply to be present. ഇത് സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കല്ലേ, അത് വളരെ ലളിതമാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. To sit with someone in their sorrow, അവരുടെ ദുഃഖത്തിൽ അവരോടൊപ്പം ഇരിക്കുക, without trying to fix it. എല്ലാ കാര്യവും ഞാൻ ശരിയാക്കും, ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കും, ഞാൻ 2 വാക്ക് പറഞ്ഞാൽ അവരെ ബലപ്പെടും എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കരുത് ദുഃഖത്തിലാണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോന്നേ. അവസരം നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അവസരം ലഭിക്കുവാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ ദൈവം ആ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ നമ്മളെന്ന വ്യക്തിയുടെ സാന്നിധ്യം, ആ ഡീപ് സോറോയിലായിരിക്കുന്നവർക്ക്, നമ്മളോട് ബന്ധപ്പെട്ടവരായിരിക്കാം, നമ്മൾ ചെയ്യേണ്ടിടത്ത്, നമ്മളെ ദൈവം അതിനായി ആഗ്രഹിക്കുന്നിടത്ത്, നമ്മളെ കാണേണ്ട ഇടത്ത്, നമ്മൾ ആയിരിക്കേണ്ട ഇടത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ അതവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ്, നാം അവരോടൊപ്പം ഈ ദുഃഖത്തിൽ ഉണ്ട്, കൂടെയുണ്ട്. അപ്പൊ ജീവിതപാഠം മൂന്നാമത്തെ നമ്മൾ പഠിക്കുന്നു, പ്രാക്ടീസ് ദ മിനിസ്ട്രി ഓഫ് പ്രസൻസ് വെൻ പീപ്പിൾ എക്സ്പീരിയൻസ് പെയിൻ. ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ സാന്നിധ്യ ശുശ്രൂഷ പരിശീലിക്കും. അത് ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അതെ, പലർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് വെറുതെ ഇച്ചിരി നിന്നിട്ടേക്ക് പോന്നു, അത് വെറുതെ ആണോ തോന്നുന്നേ?
വെറുതെ കുത്തിയിരുന്നിട്ട് പോരുന്നു. അങ്ങനല്ല. നമ്മള് വ്യക്തമായി തിരിച്ചറിയണം. നമ്മൾ പോയിരിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം ആശ്വാസമാണ്. നമ്മുടെ സംതൃപ്തി അല്ല അവിടെ വലുത്. ആർക്കു വേണ്ടി ചെന്നോ അവരുടെ ആശ്വാസമാണ് അവിടെ വലുത്. നമ്മുടെ വാക്കുകൾ എത്ര ഉപയോഗിച്ചോ, പറഞ്ഞോ, എത്ര നീളത്തിൽ പ്രാർത്ഥിച്ചോ, എത്ര ശക്തമായി പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല അവിടെ വലുത്. ആ വ്യക്തിക്ക് നാം കൊടുക്കുന്ന ആശ്വാസമാണ് നമ്മുടെ സാന്നിധ്യം. പലപ്പോഴും അതിൽ ദൈവമക്കൾ, ഞാൻ പറയട്ടെ, വലിയൊരു പരാജയമാണ്. എങ്ങനെയോ ബിൽദാദിന്റെയും സോഫറിന്റെ എലിഫസിന്റെ മാനേഴ്സ് ആണ്, അല്ലെങ്കിൽ അവര് ഒരാഴ്ച അതെ ഇവിടെ ഇരുന്ന് അവർ ഈ ആശ്വാസത്തിന് അവർ കാരണഭൂതരായി തീരുമ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് ചലിക്കുമ്പോൾ പിന്നീട് കാണുന്ന ബിൽദാദും സോഫറും എലിഫസിന്റെ ക്യാരക്ടറാണ് പലപ്പോഴും ഇവിടെ കാണുന്നത്. ദൈവസഭകളിൽ, ദൈവമക്കളുടെ ഇടയിൽ, വിശ്വാസികളിൽ കാണും. ഇത് ഈ ആദ്യത്തെ ഒരാഴ്ചത്തെ ബിൽദാദിനെ, സോഫറിനെ, എലിഫസിനെ അല്ല പിന്നെ കാണുന്നത്. ഈ ഒറ്റ ആഴ്ച കഴിയുമ്പോൾ, അടുത്ത നിമിഷം യോബ് വാതുറന്ന് കഴിയുമ്പോൾ, ഇവർക്ക് വാതുറക്കാൻ അവസരം കിട്ടുമ്പോൾ, ഈ വീക്ക് ഓഫ് സൈലൻസിൽ അവർ കൊടുത്ത എല്ലാ കംഫോർട്ടും, എല്ലാ സഹാനുഭൂതിയും, എല്ലാ ആശ്വാസവും വെള്ളത്തിൽ വരച്ച വര പോലെയാക്കി കളഞ്ഞിട്ടുണ്ട്. 2-3 വ്യക്തികളുടെ ഒരാഴ്ചത്തെ മൗനം എങ്ങനെയായിരുന്നു? ഒരാഴ്ചക്ക് ശേഷം അവർ വാതുറന്നപ്പോൾ യോബ് തന്നെ സാക്ഷിക്കുന്നു, അത് ആശ്വാസമാണോ അതോ വ്യസനമാണോ? പലരും നമ്മുടെ മുമ്പിൽ സാക്ഷിക്കാത്തതിന് ദൈവത്തെ സ്തുതിക്കണം. യോബ് തുറന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞു. നമ്മൾ സംസാരിച്ചതൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലേല് നമ്മൾ കേൾക്കേണ്ട വന്നേനെ, ഇതൊക്കെ കേൾക്കേണ്ട വന്നേനെ. നമ്മൾ അങ്ങനെ ആകുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മൾ ആദ്യം ആഗ്രഹിക്കേണ്ടത് ആ സാന്നിധ്യ ശുശ്രൂഷയ്ക്കായി നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക. നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, നമുക്ക് സംസാരിക്കേണ്ട സമയത്ത് സംസാരിപ്പാനും, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തരുന്ന, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നമ്മളെന്ന വ്യക്തി ആ പ്രയാസവേളകളിൽ ആയിരിക്കേണ്ടിടത്ത്, ആ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ആയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതും നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും രണ്ടാമത്തെ കാര്യം. അങ്ങനെ ആ വീക്ക് ഓഫ് സൈലൻസ് അവിടെ കഴിയുന്നു. 7 രാപ്പകൽ ഈ സ്നേഹിതർ, യോബ് നിലത്തിരുന്നു, ഇവരും കൂടെ നിലത്തിരുന്നു. അപ്പം ഒരാഴ്ച അവര് വളരെ മാന്യന്മാരായിരുന്നു. അവർ വളരെ സഹാനുഭൂതിയുള്ളവരായിരുന്നു. അവർക്ക് വന്ന ഉദ്ദേശം സാധ്യമായി. ഞാൻ വിചാരിക്കാൻ ഇനി ഒരാഴ്ച തിരിച്ചു പോയിരുന്ന കുഴപ്പമില്ലായിരുന്നു. അല്ലെ, ഒന്നും 8-ാം ദിവസം അവര് ഞങ്ങൾ പോകാതെ പറഞ്ഞ് പോയിരുന്നെങ്കിൽ കുഴപ്പം. 8-ാം ദിവസം ഒരു വാതുറക്കാൻ പോയതാണ് ആകെ പ്രശ്നമായത്. 7 ദിവസം മിണ്ടാതിരുന്നത് വളരെ അനുഗ്രഹവും ആശ്വാസവുമായി. 8-ാം ദിവസം വാതുറന്നതോടെ 7 ദിവസം മൗനമായിരുന്നതോടെ അവര് ഏതുമില്ലാതാക്കി. നമ്മൾ വാസ്തവമായി നമ്മളെ പരിശോധിക്കണം. നമ്മൾ വാടച്ചിരിക്കുന്നതാണ് അനുഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യുക. വാ തുറക്കുന്നത് അനുഗ്രഹമാണെങ്കിൽ മാത്രം വാ തുറക്കുക. ഇത് നമുക്കറിയാം ദൈവം നമ്മളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആയിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുക. നല്ല ഉദ്ദേശത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, യോബിന്റെ ഭവനത്തിൽ വന്നു. അവരുടെ ആഴമായ വേദനയെ അവര് യഥാർത്ഥമായി പ്രകടിപ്പിച്ചു. ഒരു കളങ്കവുമില്ലാതെ. അഭിനയമൊന്നും അല്ലായിരുന്നു അത്. അവരുടെ താങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു. ആ വേദന പ്രകടിപ്പിച്ചു. ഒറ്റയാഴ്ച രാപ്പകൽ യോബ് നിലത്തിരുന്നപ്പോൾ അവർക്ക് നിലത്തിരിക്കേണ്ട കാര്യമില്ല, പക്ഷേ യോബിനോടൊപ്പം നിലത്തിരുന്നു. അങ്ങനെ താതാത്മ്യപ്പെട്ടു. യോബിന്റെ സകല അതികഠിനമായ വേദനയോടും ദുഃഖങ്ങളോടും ഈ 3 സ്നേഹിതന്മാർ തികച്ചും താതാത്മ്യം പ്രാപിച്ചു. അങ്ങനെ നമ്മൾ ചിന്തിച്ച് അവിടെ ആ 2-ാം അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് ചോദിച്ചാല്, 3-ാം അധ്യായം ആരംഭിക്കുമ്പോഴാണ് യോബ് അങ്ങനെ 7 ആഴ്ചത്തെ മൗനത്തിന് ഒരാഴ്ചത്തെ 7 ദിവസത്തെ മൗനത്തിന് ശേഷം ആദ്യം വാതുറക്കുന്നത് യോബാണ്. അനന്തരം യോബ് വാതുറന്നു. അവിടുന്നാണ് ഈ ബിൽദാദും സോഫറും എലിഫസിന്റെയും പെരുമാറ്റത്തിന്, പ്രതികരണത്തിനും ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാകാനൂടെ കാരണമാകുന്ന രീതി യോബിന്റെ ഈ വാക്കുകൾ അവരെ ചൊടിപ്പിച്ചു. യോബ് വാതുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു.
1 തൊട്ട് അതിന്റെ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഈ 3-ാം അധ്യായം മുഴുവനും വായിക്കുമ്പോൾ യോബിന്റെ വേദന ഒരു മടിയും കൂടാതെ തുറന്ന് യോബ് പറയുക. ഞാൻ ജനിച്ച ദിവസവും ഒരാൾ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ, ആ നാൾ ഇരുണ്ടു പോകട്ടെ, മേലിൽ ദൈവം അതിനെ കടാക്ഷിക്കരുതേ, പ്രകാശം അതിന്മേൽ ശോഭിക്കുകയും അരുതേ. ചുരുക്കി പറഞ്ഞാൽ ഒരു കാഷ്വൽ കംപ്ലൈന്റ് അല്ല, ഒരു പൊയറ്റിക് ഔട്ട് പോറിംഗ് ഓഫ് ഡെസ്പയർ, ഒരു എന്താ പറയണ്ടേ, ഒരു പരാതി. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം കാവ്യ പുസ്തകങ്ങളിലാണ് അല്ലെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാവ്യാത്മകമായ സംസാരിക്കുന്നത്. യോബ് ആ വേദനയെ, ആ സോറോ, തന്റെ ഗ്രീഫ്, തന്റെ ദുഃഖമെല്ലാം കൂടെ അങ്ങ് അതിന്റെ പൂർണ്ണ ശക്തിയിൽ പുറത്തേക്കെടുത്തു. ഇതാരും പ്രതീക്ഷിച്ചില്ല. തന്റെ സ്നേഹിതർ ഇത് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകും, ഇത് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. യോബ് തന്റെ ജന്മദിവസത്തെ ശപിക്കുമെന്നോ, ഞാനൊരു എന്താ വേണ്ടേ, അമ്മയുടെ ഉദരത്തിൽ ജനിക്കാതിരുന്നെങ്കിൽ, അല്ല ജനിച്ചിരുന്നെങ്കിൽ തന്നെ ഉദരത്തിൽ വെച്ചങ്ങ് മരിച്ചു പോയതെങ്കിൽ, അല്ല ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരുന്നെങ്കിൽ, ഒരു സ്റ്റിൽ ബോൺ ചൈൽഡ് ആയിരുന്നെങ്കിൽ, ഓരോന്നോരോന്നായിട്ടാ പറയുന്നത്. ജനിക്കാതിരുന്നിരുന്നെങ്കിൽ, അല്ല ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെ പോട്ടെ, അല്ല പുറത്തു വരണ്ടായിരുന്നു, പുറത്തു വന്നിരുന്നെങ്കിൽ ഞാനൊരു ജീവനില്ലാതെ പുറത്തു വന്നാൽ മതിയായിരുന്നു. പല ഘട്ടങ്ങളായിട്ട് താനെന്ന വ്യക്തി തകർന്ന് തരിപ്പണ. ഞാൻ ഓരോ വാക്കുകൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ യോബിന്റെ പുസ്തകം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് അല്ല പഠിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ ടോപ്പിക്കലായിട്ട് അത് ചിന്തിച്ച്, കോണ്ടക്സ്റ്റലായി ചിന്തിച്ച് നമ്മൾ അതിനുള്ള സന്ദേശമാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ യോബ്, നമുക്കും ഒരു സംശയം തോന്നും, യോബ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ, എന്താ ദൈവഭക്തിയെ മുറുകെ പിടിച്ചിട്ട് ജന്മദിവസത്തെ ശപിക്കുന്നു. നമുക്കങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് തുടർന്ന് യോബ് പറയുന്നത്. അങ്ങ് എന്ത് പറയണ്ടേ, 16-ാം ഞമല്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടാകാതെ, പിന്നെ പറയുന്നു അല്ലെങ്കിൽ ഗർഭം, 16-ാം വാക്യം, അലത്തി പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ണം പോലെ, വെളിച്ചം കണ്ടില്ലാത്ത പിള്ളകളെ പോലെ ഇല്ലാതെ പോകും. എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു തരത്തിൽ തനിക്കങ്ങോട്ട് പറ്റുന്നില്ല. താൻ ആകെപ്പാടെ അസ്വസ്ഥനായി തന്റെ വേദനകളെ പങ്കുവെക്കുക. ഇങ്ങനെ പറയാം, എ മാൻ ക്വസ്റ്റ്യനിങ് not only his suffering but the very reason for his existence. ഒരു യോബ് എന്താ അറിയോ, തന്റെ കഷ്ടതയെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്, മറിച്ച് തന്റെ നിലനിൽപ്പ്. താൻ ഈ ഭൂമിയിൽ എന്തിനാ ഇനി നിലനിൽക്കുന്നത്, എന്തിനാ ജനിച്ചത്, ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ എന്റെ എക്സിസ്റ്റൻസ് കൊണ്ട് എന്താ പ്രയോജനം? ആ അവസ്ഥയിലേക്ക് യോബ് തന്റെ ദുഃഖത്തെ ഒരു നദി ഇങ്ങോട്ട് പുറപ്പെടുന്ന പോലെ, വെള്ളം ചാടി പുറപ്പെടുന്ന പോലെ യോബിന്റെ അകത്തെ ദുഃഖം, ആ ഭാരം ചാടി പുറപ്പെടുന്നതാണ് ഈ 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ ആണ് ആർക്ക് വാതിൽ തുറന്നു കൊടുത്തു എന്നറിയാം യോബ്? ഈ യോബിന്റെ പച്ചയായ പ്രതികരണങ്ങൾ യോബിന്റെ സ്നേഹിതർക്ക് സംസാരിക്കാനുള്ള ഒരു വാതിലായി. അവിടെ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടതയുടെ നടുവിൽ അവർ യോബിനോടൊപ്പം മൗനമായിരുന്നു. എന്നാൽ തന്റെ കഷ്ടതയിൽ യോബിനുണ്ടായ പ്രതികരണം അവരെ വളരെ ശക്തമായി തിരിച്ച് പറയുവാൻ, പ്രതികരിപ്പാൻ, അതിന് യോബിന് വേദന എടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, 2 പക്ഷമായി ഇവിടെ മാറുകയാണ്. ഒന്ന്, യോബ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്കും, മറുവശത്ത് ഈ 3 സ്നേഹിതർ ദൈവത്തിന്റെ പക്ഷം പിടിക്കുന്നു. ഇവരുടെ ഹൃദയത്തിൽ തോന്നി യോബ് ആർക്കെതിരാണ്? ദൈവത്തിന് എതിരാണ്. ഇവരുടെ ഹൃദയത്തിൽ തോന്നി
എതിർക്കുന്നു. യോബ് തന്റെ നീതിയെ മുറുകെ പിടിക്കുന്നു. ദൈവമായി ഒരു മത്സരത്തിന് തയ്യാറാകുന്ന പോലെ, ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്ന പോലെ തോന്നിയപ്പോൾ ഈ സ്നേഹിതർക്ക് അവരുടെ ഭക്തി ഉണർന്നിട്ട് അവർ എവിടേക്ക് തിരിയുകയാണ്? യോബിനെ ഒറ്റപ്പെടുത്തിയാലും വേണ്ടില്ല, ഈ സമയത്ത് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കണം, ദൈവത്തിനു വേണ്ടി വാദിക്കണം, ദൈവനീതിക്ക് വേണ്ടി വാദിക്കണം എന്നുള്ള ആ ചേതോ വികാരത്തോടെ ഓരോരുത്തരായി വാതുറക്കാൻ തുടങ്ങി. യോബിന്റെ വേദനയിൽ അവർക്കത് തോന്നിയില്ല. യോബിന്റെ രോഗാവസ്ഥയിലും കഷ്ടനഷ്ടങ്ങളിലും അവർ മൗനമായിരുന്നു. പക്ഷേ യോബിന്റെ പ്രതികരണം കാര്യങ്ങളുടെ സ്ഥിതി പാടെ മാറ്റിമറിച്ചു. അങ്ങനെ യോബ് ഏറ്റവും വേദനയോടെ സംസാരിച്ച് വരുമ്പോൾ ഇതിന്റെ ഒരു വാക്യം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പ്രസംഗിച്ച്, അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി മാത്രം ഞാൻ ആ വാക്യം എടുക്കുക. നമ്മള് സ്നേഹിതരുടെ പ്രതികരണങ്ങളൊക്കെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുന്നതെങ്കിലും അതിന്റെ 25-ാം വാക്യം യോബ് പറയുക, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഈ വാക്യം എടുത്ത് ചിലർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യോബ് പേടിച്ച് തന്നെ, യോബാണല്ലോ പറയുന്നതും, ഞാൻ പേടിച്ച് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. What I always feared has happened to me. What I dreaded has come true. ഞാൻ എപ്പോഴും ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് നേരിട്ടു, അതെനിക്ക് ഭവിച്ചു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും യോബിന്റെ പുസ്തകത്തിൽ ഈ വാക്യം എടുത്തിട്ട് സംസാരിക്കാറുണ്ട്, നാം ഭയപ്പെടുന്നത് തന്നെ നമുക്ക് ഭവിക്കും, നാം പേടിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വാക്യം നോക്കുമ്പോ കറക്റ്റാ, അങ്ങനെ തന്നെയാ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അങ്ങനെ തന്നെയാ യോബ് പറഞ്ഞിരിക്കുന്നു. പലരും ആ വചനങ്ങൾ അങ്ങനെ പങ്കുവെക്കപ്പെടുമ്പോ അത് കേട്ട ആൾക്കാർ അതുപോലെ വിശ്വസിക്കുകയും ചെയ്യും. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ മെസ്സേജ്, ഈ 3-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ ഈ വാക്യം നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ഇതിനെ ഒരു പ്രസംഗ വിഷയമാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിൽ ഭയപ്പെട്ടെന്നിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭയപ്പെട്ടത് തന്നെ നമുക്ക് ഭവിക്കുമെന്നും നമ്മൾ പേടിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നും ഉള്ള ഒരാശയത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കും. വചനമല്ലേ സംസാരിച്ച, വചനത്തിലല്ലേ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പക്ഷെ ഇതാരെ ഈ പറയുന്നേ? തന്റെ ജീവിതത്തിൽ ഇത് ഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ഒരു വ്യക്തതയുമില്ലാത്ത, അതിനെക്കുറിച്ച് ഒരു മുന്നറിവുമില്ലാത്ത, ഒരു വർത്തമാനകാലവും അറിവുമില്ലാത്ത, യാതൊരു വിധത്തിലും ഒരു ഐഡിയയുമില്ല, ഒരു ക്ലൂവുമില്ല തന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഒരു വ്യക്തതയുമില്ലാത്ത ഒരു മനുഷ്യൻ ഇത് പ്രസ്താവിക്കുക. എന്താ താൻ അങ്ങനെ പറയാൻ കാര്യം ചോദിച്ചാൽ, അത് നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു ഭയമാണ്. എന്താണെന്നറിയാമോ? അതൊരു സൈക്കോളജിയാ, മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ശാസ്ത്രമാണ്. എന്താണെന്നറിയാമോ? സന്തോഷവും സുഖവുമായി പോകുമ്പോൾ ദുഃഖം കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. മക്കളെല്ലാം നല്ല മിടുക്കരാണ്, അവരെല്ലാം സഹോദര സ്നേഹത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ എപ്പം വേണേലും ഒരർത്ഥം വരാം.
എല്ലാം അങ്ങ് സുഖമായിട്ട് പോകുമോ? ഓൾറെഡി യോബ് ഇച്ചിരി ദീർഘവീക്ഷണമുള്ള മനുഷ്യനും കൂടാ. കാരണം മക്കൾ ധനവാന്മാരാണ്, ധനാഢ്യരാണ്, അവിടുത്തെ ഏറ്റവും വലിയ റിച്ച് ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്, അവരവരുടെ സഹോദരിമാരെ വിളിക്കും. അങ്ങനെ അവരുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിയുമ്പോൾ യോബ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? യാഗം അർപ്പിക്കും, ബോൺ ഓഫറിങ്സ് അർപ്പിക്കും. എന്തിനാ ചോദിച്ചാൽ, ഇവർ ഈ സന്തോഷത്തിനിടയിൽ ഹൃദയത്തിലെങ്ങാനും ദൈവത്തെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് ദോഷമായി തീരരുത്, ദൈവകോപം ഉണ്ടാകരുത്, ദൈവം അവരെ തള്ളിക്കളയല്ലേ, ഒരനർത്ഥം അവർക്ക് ഭവിക്കരുത് എന്നുള്ള ആ നല്ല മനസ്സോടെ, എന്നാൽ ഒരു ഭയവും കൂടെ ഉണ്ട്, ആ മനസ്സോടെ ഒരു മുൻകരുതൽ എടുക്കും. എല്ലാ അപ്പനമ്മമാർക്കും അവരുടെ മക്കളെ കുറിച്ച് അവർ പുറത്തു പോയിട്ട് വീട്ടിൽ വരുന്നിടം വരെ അല്പം താമസിച്ചാൽ ഭയമുള്ളവരാ. എല്ലാ ഭാര്യമാർക്കും അവർ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ പുറത്തു പോയിട്ട് പതിവിൽ ഏറെ താമസിച്ചാൽ അവർ ഭയക്കും. കുഞ്ഞുങ്ങൾ ദൂരെ പഠിക്കാൻ പോകുന്നവർ, നമ്മളെയൊക്കെ മനസ്സൊന്ന് റീഡ് ചെയ്താൽ അറിയാം എന്തൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട്. ആ ഭയപ്പെടുന്നതല്ലോ നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചാൽ പിന്നെ എന്താ വരുന്നേനെ? അങ്ങനെ ഭയപ്പെടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലോട്ട് ഭവിക്കാനുള്ള എന്താ പറയണ്ടേ തിയോളജി ആയിരുന്നു ദൈവത്തിന്റെ ശാസ്ത്രമെങ്കിൽ, ദൈവശാസ്ത്രം അതായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ഭൂമിക്ക് മീതെ കാണത്തില്ല, നമ്മുടെ ജീവിതവും അട്ടർ ഫെയിലിയർ ആയില്ലേ. അതായത് നമ്മുടെ മനസ്സിന്റെ ശാസ്ത്രം അനുസരിച്ചല്ല ദൈവത്തിനെ നടത്തിപ്പിരിക്കുന്നത്. യോബ് പറഞ്ഞത് ഇത് തിയോളജി അല്ല, ദൈവശാസ്ത്രം പറഞ്ഞല്ല, തന്റെ മനസ്സിന്റെ ചിന്തകൾ പറഞ്ഞത്. സമൃദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മക്കൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ആർക്കും ഒരു ദോഷവും വരല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, സ്വാഭാവികമായി മനുഷ്യർക്കുണ്ടാകുന്ന ഒരു ഭയമാണ്. എന്തെങ്കിലും ദോഷം ഭവിക്കുമോ? എല്ലാരും ഇപ്പൊ നല്ല കൂട്ടത്തിൽ നല്ല ഐക്യതയായി, ഇവരെ കാണും പിണങ്ങുവോ? തമ്മിലൊരു സംഘർഷം ഉണ്ടാകുമോ? പല കാര്യങ്ങൾ ചിന്തിച്ചു കാണാം. ദോഷം ദൈവത്തെ സേവിക്കുമ്പോൾ തന്നെ, ദൈവത്തെ ഭയപ്പെടുമ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സ് ബലഹീനമായി ചിന്തിക്കുന്ന പല ചിന്തകളുമുണ്ട്. ഇപ്പോൾ തന്നെ യോബ് തികച്ചും ബലഹീനനായി, തകർന്നവനായി, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ജീവിതം കൊണ്ടും ശ്വാസം കൊണ്ടും തകർന്ന മനുഷ്യന്റെ തകർന്ന വിലാപങ്ങളുടെ നടുവിൽ, തകർന്ന് നുറങ്ങിയ വാക്കുകളുടെ നടുവിൽ ആ മനുഷ്യൻ തന്റെ മനസ്സിന്റെ ബലഹീനത വെളിപ്പെടുത്തുക. ഇത് ദൈവശാസ്ത്രമല്ല, ഇത് ദൈവം നയിക്കുന്ന, ദൈവം ഇത് കാണിക്കുന്ന എന്തിനാണെന്നറിയോ? ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെ കടന്നു പോകും, അവൻ ഏതു വഴിയൊക്കെ പോകും, എത്രത്തോളം ചിന്തിക്കും, ഏതെല്ലാം ഒന്നും അറിയില്ല. മറുവശത്ത് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നറിയില്ല. മറുവശത്ത് ദൈവം മൗനമായിരിക്കുന്നു. തനിക്ക് ഒരു ഐഡിയയുമില്ല തന്റെ ജീവിതം എന്തുകൊണ്ടാ ഇങ്ങനെ പോകുന്നത്, ദൈവം എന്തുകൊണ്ടാ ഇത് അനുവദിക്കുന്നത്, ദൈവമാണെ ഒന്നും സംസാരിക്കുന്നില്ല, തികച്ചും മൗനമായിരിക്കുന്നു, ഒരെത്തും പിടിയുമില്ല. അപ്പോൾ തന്നെ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങിയ തന്റെ സ്നേഹിതർ ഇവിടെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി തുടർന്ന് സംസാരിക്കുന്ന നമുക്ക് വായിക്കാൻ പറ്റും. യോബ് തന്നെ ഓർത്ത് ചിന്തിക്കുകയാണ്. പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ യോബിനൊന്നും ഞാൻ ഭയപ്പെട്ടിരുന്നു, അങ്ങനെയൊക്കെ വരുമോ? ഇപ്പൊ അത് തന്നെയാണല്ലോ ഭവിച്ചത്. പ്രതാപം പോയി, സമ്പത്ത് പോയി, മക്കൾ പോയി, രോഗം വന്നു, ഇതെല്ലാം ജീവിതത്തിൽ കടന്നു പിടിച്ചപ്പോൾ യോബ് പറയുകയാണ്, അയ്യോ ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഇനിയും അങ്ങനെ ഭവിക്കത്തില്ല എന്നുള്ളതിന്റെ തെളിവ് വേദോസിന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതുപോലെ ഭയപ്പെട്ട ഭക്തന്മാർ ഉണ്ട്. ദാവീദ് എന്തോ ഭയപ്പെട്ടത്? ദാവീദ് തന്റെ ആത്മമിത്രമായ യോനാഥാനോട് പറഞ്ഞു, അതെ ഞാനും മരണവും തമ്മിൽ ഇനി ഒരടി അകലം മാത്രമേ ഉള്ളൂ, ഞാൻ ഒരു ദിവസം നിന്റെ അപ്പനായ ശൗലിന്റെ കയ്യാൽ നശിക്കത്തേ ഉള്ളൂ. ദാവീദ് ഭയപ്പെട്ടിരുന്നു. ദാവീദിന് സംഭവിച്ചോ? ദാവീദ് പേടിച്ചിരുന്നു. ഏത് സമയത്തും ശൗൽ തന്നെ കൊല്ലും. അബ്രഹാം ഭയപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ ദാസൻ അവകാശിയാകും, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ലല്ലോ, എനിക്ക് ഉറപ്പാ അതേ സംഭവിക്കത്തുള്ളൂ. അതാണോ സംഭവിച്ചേ? അല്ല. പക്ഷേ
യോബിനെ സംബന്ധിച്ച് യോബ് തന്റെ ജീവിതത്തിലെ തീവ്രമായ വേദനയുടെ നടുവിൽ താൻ ചിന്തിക്കുകയാണ്, യോ ഞാൻ വിചാരിച്ചു വിഷു അതുപോലൊക്കെയാണോ ഇപ്പൊ ദൈവമേ, എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം താറുമാറായല്ലോ, അല്ലെ ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു. ഇത് വായിച്ചിട്ട് വാസ്തവത്തിൽ ദൈവമക്കളെ, യോബ് പേടിച്ചുകൊണ്ടാണോ യോബിന് നേരിട്ടത്? യോബ് ഭയപ്പെട്ടുകൊണ്ടാണോ യോബിന് ഇങ്ങനെ ഭവിച്ചത്? വേദോത്സവം വ്യക്തമായി പറയുന്നു, ദൈവം വ്യക്തമായി പറയുന്നു. സാത്താനോട് പറഞ്ഞു, വെറുതെ നീ വിത്തൗട്ട് എനി കോസ്, ഒരു കാരണവുമില്ലാതെ അവന്റെ ഭക്തിയെ അപകീർത്തിപ്പെടുത്തുവാനും ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തെ അപകീർത്തിപ്പെടുത്താനും നീ ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുത്തത് എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാതെ യോബ് ഭയപ്പെട്ടത് കൊണ്ട് യോബ് ഇതിന് ഭവിച്ചെന്നുള്ളത് ദൈവം പറഞ്ഞതല്ല. യോബ് തന്റെ മനസ്സിലെ ചിന്തകളെ കേന്ദ്രീകരിച്ച് തന്റെ ദുഃഖങ്ങളെ അളന്നപ്പോൾ, തന്റെ നഷ്ടങ്ങളെ അളന്നപ്പോൾ, തന്റെ ചിന്തകളെ ഒരു നിയന്ത്രണവുമില്ലാതെ വാക്കുകളായി അഴിച്ചുവിട്ടപ്പോൾ, തന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മാനസികമായി തനിക്കൊരു നിയന്ത്രണമില്ലാതെ മനസ്സിനെ ഒരു കടിഞ്ഞാണ് വിടാതെ വാക്കുകളായി പുറത്തുവിട്ടപ്പോൾ ഒരു വാക്ക് മാത്രമായിരുന്നു. സ്വർഗത്തിലെ സംഭാഷണം എന്തുവാ യോബിനെ കുറിച്ചുള്ളത് നമുക്കറിയാം. യോ എന്റെ ദാസൻ അവിടെ പേടിച്ചിരിക്കുക, എല്ലാം അവന് ഭയങ്കര പേടിയാ, അവന് പേടിച്ചത് അവന് ഭവിക്കും എന്നല്ല. ദൈവമക്കളെ, ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ അവര് പറയും ഞങ്ങൾ വചനത്തിൽ നിന്നാന്ന് പറയും, ഇത്ര വാക്യമാന്ന് പറയും. ആത്മാർത്ഥമായും തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും അത് ഏതടിസ്ഥാനത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. ഒരു മനുഷ്യൻ എന്തിനാ ദൈവം ഇത് അനുവദിച്ചെന്നറിയാമോ? കാരണം ദൈവത്തിന് മനസ്സിലാക്കി തരണം. ഒരു ഭക്തൻ ദൈവഭക്തി മുറുകെ പിടിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിന്റെ നിയന്ത്രണം പാടേ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ദൈവത്തോടുള്ള അവന്റെ ഭക്തിയെ മുറുകെ പിടിച്ച് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുമ്പോൾ തന്നെ തന്റെ ജീവിതത്തിൽ എത്തും പിടിയില്ലാതെ അവൻ തകർന്ന് തരിപ്പണമാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതിനെ അതുപോലെ ഉൾക്കൊള്ളുവാൻ ബിൽദാദിനും സോഫറിനും എലിഫസിനും കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് കഴിയും. ഏതറ്റം വരെ പോയാലും കാരണം കൂടാതെ അർഹിക്കപ്പെടാത്ത അൺഡിസേർവ്ഡ് സഫറിങ്ങും വിത്തൗട്ട് എനി കോസ് ഒരു മനുഷ്യനെ ദൈവം തകർക്കുമ്പോൾ ദൈവം അത്രയെങ്കിലും സ്വാതന്ത്ര്യം അവന് കൊടുക്കാതിരിക്കുവോ? കാരണം വെളിപ്പെടുത്തുന്നില്ല, അതിന് തക്ക പാപം ദൈവത്തോട് ചെയ്തിട്ടില്ല. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷമിട്ടകലുന്നതിനും ദൈവഭക്തനുമായ ഒരു മനുഷ്യനെ പാടേ തകർത്ത് ഇപ്പോൾ ഒരു ഇടിപ്പ് മാത്രമേ ഉള്ളൂ, ശ്വാസം മാത്രമേ ഉള്ളൂ, അതെ സംസാരിപ്പാനുള്ള വാക്കുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇതാ ദൈവം യോബിന്റെ ജീവിതത്തിൽ അനുവദിച്ച കഷ്ടങ്ങളുടെ നടുവിൽ യോബ് അതുവരെ പിടിച്ചു വെച്ചു, അടക്കി വെച്ചു. അതെ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ മനസ്സിന്റെ ആക്കളെ വേദനകളെ വാക്കുകളായി പുറത്തുവിടുകയാണ്. ഇത് വായിക്കുമ്പോൾ ഇവിടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടത്. ഒന്ന്, പ്രിയപ്പെട്ടവരുടെ വേദനകളുടെ സമയത്ത് നമ്മൾ സാന്നിധ്യ ശുശ്രൂഷ പരിശീലിക്കണം. മിനിസ്ട്രി ഓഫ് എന്താണ് ആ പ്രസൻസ് പരിശീലിക്കണം. അത് കഴിഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ, അവർ ദുഃഖത്തിൽ പറയുമ്പോൾ, അവർ തകർന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ അറ്റത്ത് കയറി പിടിക്കരുത്. അവർ പറയുന്ന തകർച്ചയുടെ വാക്കുകൾ കേട്ടിട്ടോ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വേദനയുടെ ആധിക്യത്താൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രതികരണത്തിൽ കേറി പിടിച്ചിട്ട് ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് വാദിക്കാൻ ശ്രമിക്കരുത്. ദൈവത്തിന് ആരുടെ സഹായം വേണ്ട.
ദൈവത്തിന് വേണ്ടത് ഏത് സഹായമാണെന്ന് ചോദിച്ചാൽ തന്റെ ഭക്തൻ തകർന്നും നുറുങ്ങിയും അതെ ആഴമായ കഠിനമായ വേദനയുടെ കടന്നു പോകുമ്പോൾ അവനൊരാശ്വാസമാകാനാ ദൈവം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ദൈവം ഒറ്റപ്പെട്ടു പോയി യോബ് ദൈവത്തെ അങ്ങ് എതിർക്കും, അവിടെ ദൈവത്തിന് പക്ഷം നിന്നേക്കാന്ന് പറയുന്ന വൻകാര്യം പറഞ്ഞ് ആരും മിടുക്കന്മാരാകണ്ട. ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കോപത്തിന് ഇരയായിത്തീരും. ഞാൻ ഈ ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ യോബ് ഞാൻ വാക്കുകളെ ഈ വാക്കുകളിൽ കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ യോബിന്റെ സത്യസന്ധവും പച്ചയുമായ പ്രതികരണം തന്റെ സുഹൃത്തുക്കൾക്ക് അവരുടെ വാക്കുകളുടെ മൂർച്ചയേറിയ വാക്കുകളുടെ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കും, യോബ് അങ്ങനെ പറയാമോ? ഒരു കാര്യം ഓർത്തോണം, യോബ് വിക്റ്റിമായി നിൽക്കുക. യോബാണ് ഇവിടെ ഇരയായി മാറിയത്. യോബാണ് തകർക്കപ്പെട്ടത്. യോബിനാണ് മക്കൾ നഷ്ടപ്പെട്ടത്. ബിൽദാദിനും സോഫറിനും എലിഫസിനുമല്ല, യോബിനാണ് എല്ലാം നഷ്ടമായത്. നഷ്ടമായവൻ പറയുന്ന വാക്ക് കേട്ടിട്ട് ഒന്നും നഷ്ടമാകാത്തവര് അവിടെ ദൈവത്തെ ഉയർത്തി മാർക്ക് മേടിക്കാമെന്ന് വിചാരിക്കില്ലേ? അത് യോബ് വ്യക്തമാക്കുന്നുണ്ട്. ശരീരത്തിൽ പുഴുവരിക്കുന്നവൻ തന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പറയുന്ന പ്രതികരണത്തിന്റെ അറ്റത്ത് കയറിപ്പിടിച്ച് ദൈവത്തിന്റെ പക്ഷത്ത് വാദിക്കാൻ ശ്രമിക്കരുത്. കാരണം യോബ് സത്യസന്ധമായും പച്ചയായും തന്റെ വേദന പങ്കുവെക്കുക. പക്ഷെ കേൾക്കണോ, യോബിന്റെ സ്നേഹിതരുടെ മറുപടികൾ എന്തുപോലെയാണെന്നറിയാവോ? ആഴമേറിയ മുറിവിലേക്ക് ഉപ്പ് പുരട്ടുന്ന പോലെ, കുത്തി നോവിക്കുന്ന പോലെ ഉള്ള മറുപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. എന്റെ പ്രിയരെ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ക്രിസ്ത്യ ജീവിതത്തിലെ ഒരു പുതിയ പാഠം കൂടെ നമുക്ക് പഠിക്കാം. പ്രാക്ടീസ് ദ പ്രസൻസ്, ദ മിനിസ്ട്രി ഓഫ് പ്രസൻസ്. ദൈവം അത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ആളുകൾ വേദന അനുഭവിക്കുമ്പോൾ അവിടെ എത്ര ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, എത്ര ബൈബിളിൽ നിന്ന് വചനം പറഞ്ഞു എന്നുള്ളതല്ല, അവർക്ക് എല്ലാ സംശയങ്ങളും തീർത്തു കൊടുത്ത് അവരെ അങ്ങ് ഉറപ്പിച്ചു എന്നുള്ളതല്ല. It's better to sit with them rather than to fix it. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് അവിടുന്ന് മടങ്ങി വരിക എന്നുള്ളതല്ല. പിന്നെയോ ഏറ്റവും ലളിതമെന്ന് തോന്നുന്ന കാര്യം ഏറ്റവും ശക്തമാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പമായിരിക്കുക. ഇനിയും അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ തുടങ്ങി വെച്ച ഇതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ദൈവത്തിന്റെ ഭക്തിയെ മുറുകെ പിടിക്കുന്ന ഒരാൾ, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരാൾ, അനേക തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിച്ച ഒരാൾ, അവരുടെ ജീവിതത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തകർച്ചയുടെ വക്കിലേക്ക് അവരെത്തി അവരുടെ ദുഃഖത്തിന്റെ ആധിക്യത്താൽ ദൈവഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മനസ്സിന്റെ നിയന്ത്രണത്തെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് അത് വാക്കുകളിലൂടെ പുറത്തു വന്നാൽ നാം ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുമോ? അതോ അവരുടെ വാക്കിനെ മുഖവിലേക്കെടുത്ത് നാം പ്രതികരിക്കൂ? ഇനി അതിന് മറുപടി കൊടുക്കാം, ഇനി ഇതിനുള്ള മറുപടി കൊടുക്കാം. യോബ് ദൈവത്തെ അല്ല ശപിച്ചു, യോബ് ദൈവത്തെ അല്ല തള്ളിപ്പറഞ്ഞു. തന്റെ നിലനിൽപ്പ്, തന്റെ എക്സിസ്റ്റൻസിനെ താൻ ചോദ്യം ചെയ്യുക. തന്റെ വേദനയുടെ നടുവിൽ തന്റെ ജീവിതത്തിന്റെ ആ പച്ചയായ ആ യാഥാർത്ഥ്യത്തെ വളരെ തകർച്ചയോടുകൂടെ എന്നാൽ സത്യസന്ധമായും വേണമെങ്കിൽ യോബിന് എന്ത് കാണിക്കാം? ഇവരുടെ മുമ്പിൽ എന്ത് കാണിക്കാം? ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിന്റെ വേദനകളെ മറച്ചു വെച്ച് യോബിന് എന്ത് കാണിക്കാം? ഭക്തിയുടെ ഒരു പരിവേഷോടെ അങ്ങനെ കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കതാ
എനിക്ക് എന്താ വെച്ചാൽ ഒന്നുമില്ല. പക്ഷേ വാസ്തവത്തിൽ അവരുടെ ഹൃദയം അങ്ങനല്ല. അവര് ആരുടെയൊക്കെയോ മുന്നിൽ മസിൽ മാൻമാരാകുവാൻ, അത് ആരുടെയൊക്കെ മുന്നിൽ ആത്മീയത തെളിയിക്കാൻ അവർ പെടാപ്പാടുപെടും. പക്ഷെ ദൈവം ആരാന്നറിയോ? നമ്മുടെ ഏത് ദുഃഖത്തെയും വേദനയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് നമ്മുടെ ജീവിത പാഠത്തിന്റെ 4ാമത്തെ പാഠമാണ്. ഫോർത്ത് ലൈഫ് ലെസൺ ആണ്. God can handle our expressions of deep pain and grief. നമ്മുടെ തീവ്രമായ വേദനയുടെയും ദുഃഖത്തിന്റെയും പ്രകടനങ്ങളെ, അതിനെ പുറത്ത് നമ്മൾ കാണിക്കുന്ന, അറിയിക്കുന്ന ആ അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും. അത് അടക്കി വെച്ച് നാം തകർന്നു പോകേണ്ട കാര്യമില്ല. നമുക്ക് തുറന്ന് ദൈവത്തോട് പങ്കുവെക്കാം. അതിന്റെ അർത്ഥം യോബ് ജന്മദിവസത്തെ ശപിച്ച പോലെ നാം ശപിക്കണമെന്നോ നാം അങ്ങനെ ചോദ്യം ചെയ്യണമെന്നോ അല്ല. യോബിനെ സംബന്ധിച്ച് തനിക്ക് മുന്നോട്ട് നോക്കുവാൻ ആരുമില്ല, തനിക്ക് ബലപ്പെടാൻ ആരുമില്ല. താൻ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് ആശ്വാസമായി നിൽക്കാൻ തനിക്ക് ആരുമില്ല. നമ്മുടെ അവസ്ഥ അതല്ല, നമ്മളെ നടത്തുന്ന വഴികളും അതല്ല. നാം പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിൽ ക്രിസ്തുയേശുവിന്റെ മക്കളായി നാം നിൽക്കുമ്പോൾ, ക്രിസ്തുയേശു നമുക്ക് മാതൃകയായി നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ അതുപോലെ പ്രതികരിക്കണമെന്നല്ല. പക്ഷെ ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം, നമുക്ക് ഇഷ്ടമുള്ള പോലെ മനുഷ്യരുടെ മുമ്പിൽ എന്തും പറയാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം എന്നുള്ള അർത്ഥമല്ല നാം പഠിക്കുന്ന. പിന്നെയോ നമ്മുടെ മനസ്സിന്റെ തീവ്രമായ വേദനയും ദുഃഖത്തെയും അതിന്റെ അളവിൽ കൈകാര്യം ചെയ്യുവാൻ, ഹാൻഡിൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സത്യസന്ധത നമുക്ക് നിലനിർത്താൻ കഴിയും. നമുക്ക് ഹോണസ്റ്റ് ആയിരിക്കാൻ കഴിയും. നമുക്ക് ട്രൂ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇല്ലാത്തതായ ഒരു വലിയ ഭക്തി അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തതായ ഒരു ധൈര്യം അഭിനയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ഓർക്കണം, ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് കാരണം അറിയാഞ്ഞിട്ടും ദൈവത്തിന് കൊടുക്കണം മഹത്വം കൊടുത്തുകൊണ്ട് വീണ് കിടന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് വർഷിപ്പ് ചെയ്തിട്ട് യോബ് ഇപ്പൊ എന്തിനു വേണ്ടി തയ്യാറായെന്നറിയാമോ? ഇനി എനിക്ക് 7 രാവും പകലും മൗനമായി ഇരുന്നിട്ട് യോബ് തീരുമാനിച്ചു, ഇനിയും എനിക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല. യോബ് അത് പറയുന്നുണ്ട്, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ഞാൻ തന്നെ ഒന്ന് തുറന്നു വിടാൻ യോബ് ആഗ്രഹിച്ചു. പക്ഷേ അവിടെ വെച്ച് കാര്യങ്ങളുടെ ഗതി മാറി. ഇവരപ്പോൾ എന്ത് മറന്നെന്നറിയാമോ? അതുവരെ യോബ് അനുഭവിച്ച വേദനയും മറന്നു, ദുഃഖവും നഷ്ടമോ. ഇപ്പൊ ഇവരെന്തിന്റെ പുറകെയാണെന്നറിയാമോ? ഈ സ്നേഹിതര് ഈ യോബിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന്റെ പുറകെയാണ്. ഓരോ വാക്കിന്റെ അറ്റത്ത് കയറി പിടിക്കുക. എന്താണെന്നറിയോ? അതിനെല്ലാം ഉള്ള മറുപടി ഞങ്ങളുടെ 7 ദിവസം കൂടെ ഇരുന്നവർ ഇപ്പോൾ കൂടെ ഇരിക്കാനല്ല ശ്രമിക്കുന്നേ, എല്ലാം പറഞ്ഞ് കട്ടായമായ മറുപടികൾ പറഞ്ഞ് ദൈവത്തിന്റെ നീതിയെ മുറുകെ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ച്, യോബ് എന്ന മനുഷ്യൻ തകർന്നാലും ഇവിടെ സാരമില്ല, ഇച്ചിലൂടെ വേദനിച്ചാലും സാരമില്ല, ഇപ്പൊ തന്നെ ഇവനെ എല്ലാം ബോധ്യപ്പെടുത്തണം, ഇവനോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പക്ഷത്ത് വാദിക്കുന്ന യോബ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രശ്നം എന്നോട് വാദിക്കുവാണോ എന്ന് യോബ് ചോദിക്കും. ഈ സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കും? നമ്മൾ എങ്ങനെ ആൾക്കാരോട് ഇടപെടും? നമ്മൾ ഏറ്റവും ലളിതമായതും എന്നാൽ ഏറ്റവും ശക്തമായൊരു ശുശ്രൂഷയ്ക്ക് നാം തയ്യാറാകുമോ? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ആയിരിക്കാൻ? 2, അതിവേദനയിലൂടെ കടന്നു പോകുന്ന ഒരാൾ തകർന്നിരുന്ന് അവരെയൊക്കെ തീരെ അവരുടെ മനസ്സിന്റെ നിയന്ത്രണം വിട്ട് അവർ എന്തെങ്കിലും ഒരു വാക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ചല്ല, ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചല്ല, ദൈവത്തിന്റെ വിശ്വസ്തയെക്കുറിച്ചല്ല, അതിനെക്കുറിച്ചല്ല, പിന്നെ തന്റെ ജീവിതത്തിലെ വേദനയെക്കുറിച്ച്, തന്റെ അടക്കാനാവാത്ത ദുഃഖത്തെക്കുറിച്ച് ഒരു വാക്ക് അവരുടെ വായിൽ നിന്ന് പുറത്തു വീണാൽ അതിന്റെ അറ്റത്ത് കയറി പിടിച്ചവരെ ഉപദേശിക്കാൻ പോകുമോ? ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് വാദിക്കുമോ? അതോ അവരോട് ചേർന്ന് നിന്ന് വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് ആശ്വാസമാകുമോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കാനും കൂടെ ഉള്ള ഒരു സമയമാണ്. അതിനായി നമുക്ക് ദൈവത്തിൽ നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ